റെഗുലർ ചെക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. എസ്പെഷ്യലി എൻ്റെ സ്കിന്നിനും ഹെയറിനും വേണ്ടിയിട്ടാണ്. വെൻ ഇറ്റ് കംസ് ടു സ്കിൻ ആൻഡ് ഹെയർ ഐ എം വെരി പെർഫെക്റ്റ്. അതിനെക്കൊണ്ടാണ് ലിസ സ്കിൻ ക്ലിനിക്ക് ഞാൻ ഓൾവേസ് പ്രിഫർ ചെയ്യുന്നത്. അപ്പം ഞാൻ നോട്ടീസ് ചെയ്തൊരു കാര്യമാണ് ഇവിടെ പുതിയ ലോഞ്ച് ചെയ്തിട്ടുള്ള ബോഡി സ്റ്റുഡിയോ. ബോഡി സ്റ്റുഡിയോ എന്താണെന്നല്ലേ, ഒന്നുമില്ല, നമ്മുടെ ബോഡി, അതായത് ബോഡി ഫാറ്റ് കുറയ്ക്കാനും അതേപോലെ നമ്മുടെ ബോഡി കോൺട്രിങ്ങും ഇതൊക്കെയാണ് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. നമുക്ക് ഇഷ്ടമായിട്ടുള്ള, അതായത് നമ്മൾ വിചാരിക്കുന്ന പോലെയുള്ള ഒരു ബോഡി ഷേപ്പ് നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ്സ് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ജെനി ഡോക്ടർ പുതിയ സ്കിൻ കെയർ പ്രോഡക്റ്റ്സും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണിച്ചു തരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എൻ്റെ പ്രൊസീജിയർ കാര്യങ്ങളുടെ കുറച്ച് ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്യാം. സോ കമ്മിങ്. എന്തൊക്കെയാണ് കൺസേൺ ആയിട്ട് തോന്നുന്നത്? മെയിനായിട്ട് ഹെയർ ഫോൾ, പിന്നെ ട്രീറ്റ്മെൻറ്റ്സ്, ഓൾറെഡി ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത ഹെയർ ആണ്. അപ്പം ഭയങ്കര തിന്നായിട്ടുണ്ട് എൻ്റെ ഹെയർ. എല്ലാവരും പറയുന്നത് ഭയങ്കര ഡ്രൈ ആയിട്ടും ഉണ്ടെന്ന്. അപ്പം ഡോക്ടർക്ക് എന്താണ് എനിക്ക് നല്ലൊരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് സജസ്റ്റ് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ സ്കിൻ റിജുവിനേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹെയറിനുള്ള റിജുവിനേഷൻ ഓപ്ഷൻസ് ഉണ്ട്. ഇതൊരു ട്രൈക്കോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു എക്യുപ്മെൻ്റ് ആണ്. ഇത് നമുക്ക് എന്തിനാണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ഹെയർ ലോസ് ആയിട്ടുള്ളൊരു ക്ലയൻറ്റ് വരുമ്പോൾ നമുക്ക് അവരുടെ സ്കാൽപ്പ് കണ്ടീഷൻ എന്താണ്, അതേപോലെ ഹെയർ എത്ര ഡെൻസിറ്റി ഉണ്ട്, തിക്നെസ് ഉണ്ട്, ഇതൊക്കെ നമുക്ക് അറിയാൻ പറ്റും ഇനീഷ്യലി. പിന്നെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ നോക്കുന്നതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് എത്ര കുറഞ്ഞിട്ടുണ്ട്, എന്താണ് ഇവർ ശരിക്കുള്ള ഇഷ്യൂ എന്നുള്ള, ഒരു ഹെയർ ലോസ് അതിന് പല പല കാരണം ഉണ്ടാവും ഹെയർ ലോസ്. അപ്പോൾ എക്സാക്ട് റീസൺ എന്താണെന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ അതിനു മുമ്പ് നമുക്ക് അഞ്ജുവിൻ്റെ സ്കാൽപ്പ് കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. ഇതൊരു ട്രൈക്കോസ്കോപ്പി എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ ഇതിൽ നമുക്ക് സ്കാൽപ്പും ഹെയറും അസസ് ചെയ്യാനുണ്ട്. ഇത് കാണുന്നുണ്ടോ? അതെ അതെ. ഇപ്പോൾ ഹെയറിൻ്റെ ഒരു ഡെൻസിറ്റി കണ്ടോ, എത്ര ഗ്യാപ്പ് വരുന്നുണ്ടെന്ന്. ഇതിൽ നമുക്ക് സ്കാൽപ്പും ഹെയറും നറിഷ് ചെയ്യാനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഉണ്ട്. ഇഞ്ചെക്ഷൻസ് പേരില്ലായിരിക്കും, നമുക്കിവിടെ വേറൊരു ട്രീറ്റ്മെൻറ്റ് ഉണ്ട്. അത് സ്കാൽപ്പ് ആൻഡ് ഹെയർ റിജുവിനേഷൻ നമ്മൾ ഫേസിൽ ചെയ്യൂലേ, അതേപോലെ തന്നെ ഒരു സ്കാൽപ്പ് സ്കിന്നും അതുപോലെ ഹെയർ റിജുവിനേറ്റ് ചെയ്യാൻ വിത്തൗട്ട് ഇഞ്ചെക്ഷൻ, നീഡിൽ ഫ്രീ, പെയിൻലെസ് ആണ്. അതേസമയം നമ്മൾ ഇഞ്ചെക്ഷൻസ് പോലെ തന്നെ നമുക്ക് റിസൾട്ട് ഉണ്ട്. ഇത് നമ്മൾ ഡയറക്റ്റ് സ്കാൽപ്പിലേക്ക് ഇൻഫ്യൂസ് ചെയ്യും. അതൊരു ജെറ്റ് കെയർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയും, സ്കാൽപ്പ് ആൻഡ് ഹെയർ ട്രീറ്റ്മെൻറ്റ്. ഇതേപോലെ ഫേസിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് ഡെർമാസ്കോപ്പ് ഉണ്ട്, പിന്നെ നമുക്ക് 3D ഇമേജിങ് സിസ്റ്റം ഉണ്ട്. ഈ 3D ഇമേജിങ് സിസ്റ്റം വെച്ചിട്ട് നമ്മൾ ഫേസ് ഫുൾ ഇവാലുവേറ്റ് ചെയ്യാം. അതായത് നമുക്ക് സ്കിന്നിൽ എത്ര പോസ് ഉണ്ട്, അതേപോലെ റിങ്കിൾസ് ഉണ്ടോ, ടെക്സ്ചറൽ ചേഞ്ച്, ഇപ്പോൾ എവിടെയൊക്കെയാണ് നമുക്ക് കൂടുതൽ പിഗ്മെൻറ്റേഷൻ, പിന്നെ റെഡ് ആയിട്ടുള്ള ഏരിയാസ്, ആക്നി, ഇതൊക്കെ നമുക്ക് ഫുൾ ഇവാലുവേറ്റ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഒരു ഗ്രേഡിങ് സിസ്റ്റം ഉണ്ടാവും, എത്ര ഉണ്ട്, ഒരു ഗ്രാഫ് വെച്ചിട്ട്. അല്ല പിന്നീട് വരുമ്പോൾ നമുക്കത് കമ്പയർ ചെയ്യാം, എത്രത്തോളം ട്രീറ്റ്മെൻറ്റ് വെച്ചിട്ട് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടുന്നുണ്ട് എന്നുള്ളത്. അത് ഫേസിനുള്ള 3D വാലുവേഷൻ സിസ്റ്റമാണ്. അതൊരു ക്വാണ്ടിഫിക്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സിസ്റ്റമാണ്, ഒരു ഫ്രഞ്ച് ബേസ്ഡ് സിസ്റ്റം.